ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക ദേശീയ ഉദ്യാനം? സൈലന്റ് വാലി, പാലക്കാട്. റബ്ബർ പാൽ ഖരീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമായ നന്ദൻകാനൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ഇ. അത് ഓർത്ത് വയ്ക്കാനുള്ള ക്ലൂ ആണ്. മുട്ട എന്ന് വെച്ചാൽ എഗ് ആണല്ലോ, അപ്പോൾ എഗ്ഗിൻ്റെ ഇയും ജീവകം ഇയുടെ ഇയും വെച്ച് ഓർത്താൽ മതി. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ഇ. ദേശീയ സദ്ഭാവന ദിനം ആഗസ്റ്റ് 20. ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചലം നദി. അഷ്ടദിഗ്ഗജങ്ങൾ ആരുടെ സഭയെയാണ് അലങ്കരിച്ചിരുന്നത്? കൃഷ്ണദേവരായരുടെ. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഫലമായി 1966 ജാനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാർ താഷ്കന്റ് കരാർ. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച സാമൂഹിക പ്രവർത്തക മേധ പട്കർ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? ഗവർണർ മുമ്പാകെ. IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യം ഇടം പിടിച്ച ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയായ ജഡായു നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലം, കൊല്ലം. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. ഏത് നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്? പമ്പ. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നി. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം, കോന്നി. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അഷ്ടമുടി കായൽ. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം നീലഗിരി താർ, വരയാട്. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈഗ അണക്കെട്ട്. കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് റോബർട്ട് ബ്രിസ്റ്റോ. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളം. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം കൊച്ചി രാജവംശം. വള്ളാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കുസാറ്റിൻ്റെ ആസ്ഥാനം കളമശ്ശേരി. കേരളത്തിലെ ആദ്യ IPL ടീം കൊച്ചിൻ ടസ്കേഴ്സ് കേരള. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ്? ചാലക്കുടി പുഴ. പ്രസിദ്ധമായ തൃശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഉള്ള ജില്ല തൃശൂർ.
പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം വിശ്വനാഥ ക്ഷേത്രം. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലം പൊന്നാനി. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളതും പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ളതുമായ ജില്ല വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട്. കേരളത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡ്. നമശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനം വാഴപ്പള്ളി ശാസനം. കോവലൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസം ചിലപ്പതികാരം. ആയി രാജവംശത്തിൻ്റെ ആദ്യകാല ആസ്ഥാനമായിരുന്ന പൊതിയിൽ മലയുടെ ഇപ്പോഴത്തെ പേര് അഗസ്ത്യകൂടം. ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രമായിരുന്ന കാന്തല്ലൂർ ശാലയുടെ സ്ഥാപകൻ കരുനന്ദടക്കൻ. ആശ്ചര്യമഞ്ജരി എന്ന ഗദ്യകൃതിയുടെ കർത്താവ് കുലശേഖര ആൾവാർ. ശിവാനന്ദ ലഹരി, സൗന്ദര്യലഹരി, വിവേക ചൂടാമണി എന്നീ കൃതികളുടെ കർത്താവ് ശങ്കരാചാര്യർ. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം. കേരളം ഭരിച്ച ഏക ക്രിസ്തീയ രാജവംശം വില്ലുവാർവട്ടം രാജവംശം. കേരള ചൂടാമണി എന്ന സ്ഥാനപ്പേര് ഉണ്ടായിരുന്ന കുലശേഖര രാജാവ് കുലശേഖര ആൾവാർ. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് രാജശേഖരവർമ്മൻ. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ അറബികൾ. ഏറ്റവും കൂടുതൽ കാലം കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരി ഇബ്നു ബത്തൂത്ത. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് പണികഴിപ്പിച്ചത് മാലിക് ദിനാർ. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന സത്യപരീക്ഷയായിരുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. ദേശിങ്ങനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊല്ലം. സ്വന്തം പേരിൽ നാണയമിറക്കിയ ആദ്യ കേരളീയ രാജാവ് രവിവർമ്മ കുലശേഖരൻ. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവിക്രമൻ്റെ കവിസദസ്സ് അലങ്കരിച്ചിരുന്ന 18 കവികളിൽ ഏറ്റവും പ്രമുഖൻ ഉദ്ദണ്ഡ ശാസ്ത്രികൾ. കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരി റാണി ഗംഗാധരലക്ഷ്മി. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ അഡ്മിറൽ വാൻ റീഡ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടത്തിയത് 1741 ആഗസ്റ്റ് 10. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ചു സൈന്യാധിപനായ ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീര രവിവർമ്മ. മാർത്താണ്ഡവർമ്മ പണികഴിപ്പിച്ച കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം ഗജേന്ദ്രമോക്ഷം. 1809 ജാനുവരി 11 വേലുത്തമ്പി ദളവ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് ഏത് ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ്? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ 40 വർഷം. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ്?
റാണി ഗൗരി ലക്ഷ്മിഭായി 5 വർഷം. ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത്? ആയില്യം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ്? ശ്രീമൂലം തിരുനാൾ. ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,028 പേർ ഒപ്പിട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. 1891 ജാനുവരി 1 ആരുടെ മുന്നിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ? P. രാജഗോപാലാചാരി. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി എന്നീ വിശേഷണങ്ങൾക്ക് അർഹനായത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? കേണൽ ആർത്തർ വെല്ലസ്ലി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമായ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി 1921 നവംബർ 20 അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ? AR നേപ്പ് കമ്മീഷൻ. അംശിനാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ്? ഉപ്പ് സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത്? MG വേലായുധൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്